റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. UK-യിൽ ഭക്ഷ്യവില തുടർച്ചയായി 6ാം മാസവും വർദ്ധിച്ചു. മാംസഭക്ഷണ സാധനങ്ങളുടെയും ചായയുടെയും വിലയിൽ കുത്തനെ വർധനവ്. ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം പ്രകാരം ജൂലൈ വരെയുള്ള കാലയളവിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില 4% വർദ്ധിച്ചിരിക്കുന്നത്. ജൂണിൽ ഇത് 3.7%. ആഗോളതലത്തിൽ വിതരണം കർശനമായത് മാംസം, ചായ തുടങ്ങിയ അവശ്യവസ്തുക്കളുടെ വില ഉയരുന്നതിന് കാരണമായതായി BRCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഹെലൻ ഡിക്കിൻസൺ പറഞ്ഞു. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള ഫ്രഷ് ഫുഡിന്റെ വില 3.2% തന്നെ തുടരുന്നുവെന്ന് സർവേയിൽ കണ്ടെത്തി. എന്നാൽ ചായ, മാംസം തുടങ്ങിയവയുടെ വിലയിൽ 5.1% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിയുടെ വില 2 വർഷത്തിനിടെ കിലോയ്ക്ക് 2.85 പൗണ്ടിൽ നിന്നും 5.50 പൗണ്ട് ആയാണ് ഉയർന്നത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സിന്റെ പുതിയ ഡേറ്റ പ്രകാരം UK-യിലെ പണപ്പെരുപ്പം ജൂണിൽ 3.6% ഉയർന്നത്. ജൂണിൽ ഇത് 3.4%. ജൂൺ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഭക്ഷണപാനീയങ്ങളുടെ വില 4.5% വർദ്ധിച്ചതായി കാണാം. രാജ്യത്തെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ പ്രായം പരിശോധിക്കുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുവാൻ പദ്ധതിയിട്ട് UK സർക്കാർ. അഭയ കേന്ദ്രത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനായി മുതിർന്നവർ കുട്ടികളായി നടിക്കുന്നത് തടയുന്നതിനാണ് ഈ നീക്കം. അടുത്തിടെ അനധികൃത കുടിയേറ്റക്കാരിൽ ചിലർ മുതിർന്നവരെ കുട്ടികളായും ചില കുട്ടികളെ മുതിർന്നവരായും കണക്കാക്കിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. നിലവിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും സാമൂഹിക പ്രവർത്തകരും ശാരീരിക രൂപവും ഇന്റർവ്യൂവും വഴിയാണ് അനധികൃത കുടിയേറ്റക്കാരുടെ പ്രായം നിർണ്ണയിക്കുന്നത്. എന്നാൽ ഇതുവഴി കൃത്യമായ പ്രായം അറിയുക എന്നതാണ് പ്രയാസം. അടുത്തിടെ ഇറങ്ങിയ റിപ്പോർട്ടിൽ 100 കേസുകൾ ആദ്യം മുതിർന്നവരായി അടയാളപ്പെടുത്തിയ 22 പേർ പിന്നീട് 18 വയസ്സിന് താഴെയുള്ളവരാണെന്ന് കണ്ടെത്തിയതായി പറയുന്നു. ഇത്തരത്തിലുള്ള വീഴ്ചകൾ അപകടകരമാണ്. ഇന്ത്യൻ വംശജനായ വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞനും ബ്രിട്ടനിലെ പ്രഭുസഭാംഗവുമായ മേഘ്നാഥ് ദേശായി അന്തരിച്ചു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് മുൻ അധ്യാപകനാണ്. മാർക്സിയൻ എക്കണോമിക്സിൽ വിദഗ്ധനായിരുന്നു. ഗുജറാത്തിലെ വഡോദരയിൽ 1940 ജനനം. 1963 ബ്രിട്ടനിലേക്ക് കുടിയേറി. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ സ്റ്റഡി ഓഫ് ഗ്ലോബൽ ഗവർണൻസ് സ്ഥാപിച്ചു. മാനവ വികസന സൂചികയുടെ സൃഷ്ടാക്കളിൽ ഒരാളാണ്. 1986 മുതൽ 92 വരെ ബ്രിട്ടീഷ് ലേബർ പാർട്ടിയുടെ ചെയർമാനായിരുന്നു. അന്തരിച്ച മേഘ്നാഥ് ദേശായിക്ക് റേഡിയോ ലൈവിന്റെ ആദരാഞ്ജലികൾ. മൊബൈൽ ഫോണിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൈവശം വെച്ച യമൻ സ്വദേശി ഒസാമ അൽ ഹദ്ദാദിന്റെ ജയിൽ ശിക്ഷയും നാടുകടത്തലും കോടതി ഒഴിവാക്കി. വിധി കേട്ട് പുറത്തുവന്ന ഒസാമ കോടതിക്ക് പുറത്ത് തംസ് അപ്പ് കാണിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടും പ്രചരിക്കുന്നു. 2024 ജനുവരിയിൽ ഈജിപ്തിലെ കൊയ്റോയിൽ നിന്ന് ഹീത്രോ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഒസാമ അൽ ഹദ്ദാദിന്റെ ഫോണിൽ നിന്ന് ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങിയ 3 വീഡിയോകൾ പിടിച്ചെടുത്തത്. അഭയാർത്ഥി എന്ന നിലയിലുള്ള പരിശോധനയ്ക്കിടെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലാണ് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഛത്തീസ്ഗഡിലെ ദുർഗിൽ 5 ദിവസമായി ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളായ പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി. കേസ് പരിഗണിക്കുവാൻ അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ബിലാസ്പൂരിലെ NIA കോടതിയെ സമീപിക്കുവാനും നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷ തള്ളിയതോടെ കന്യാസ്ത്രീകൾക്ക് ജയിലിൽ തുടരേണ്ടി വരും. പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. കേസിൽ ആരോപിച്ചിരുന്ന മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ അധികാര പരിധിയിലില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഇതിനെ തുടർന്നാണ് സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ ഉടൻ നിയമിക്കുമെന്ന് സുപ്രീം കോടതി. അതുവരെ താൽക്കാലിക VC-മാർക്ക് തുടരാം. VC നിയമനത്തിനായി ഗവർണർക്ക് വിജ്ഞാപനം ഇറക്കാം. VC നിയമനത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും കോടതി വാക്കാൽ പറഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ നടത്തിയ താൽക്കാലിക VC നിയമനത്തിനെതിരായ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. തർക്കങ്ങളിൽ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ്. സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. VC-മാരില്ലാതെ എങ്ങനെ സർവകലാശാല മുന്നോട്ട് പോകുമെന്നും വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി സർക്കാരും ഗവർണറും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിലുണ്ടായ അപകടത്തിൽ 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. 2 അസം സ്വദേശികളും 1 ബീഹാർ സ്വദേശിയുമാണ് മരിച്ചത്. മാലിന്യക്കുഴി ശുചീകരണത്തിനിറങ്ങിയപ്പോൾ ശ്വാസതടസ്സമുണ്ടായതാണ് അപകട കാരണം. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 11 മണിക്കായിരുന്നു അന്ത്യം. ഇനി കായിക വാർത്തകൾ. തുടർച്ചയായ 8 മത്സരങ്ങളിൽ ടെസ്റ്റ് 2020 പരമ്പരകളിൽ ക്ലീൻ സ്വീപ്പ്. ആതിഥേയരെ സമ്പൂർണ്ണ തോൽവിയിലേക്ക് തള്ളിവിട്ട ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിന് കട്ടനിട്ടു. ടെസ്റ്റ് പരമ്പര തൂത്തുവാരി പര്യടനത്തിന് തുടക്കമിട്ട ഓസീസ് 3-0 5 മത്സര 2020 പരമ്പരയിലും വിൻഡീസിനെ നാണം കെടുത്തി. 5ാം 2020-ൽ 3 വിക്കറ്റ് ജയത്തോടെയാണ് ഓസ്ട്രേലിയ 2020 പരമ്പരയിൽ തങ്ങളുടെ സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് ഷിംറോൺ ഹെറ്റ്മെയറുടെ അർദ്ധ സെഞ്ചുറി മികവിൽ 170 റൺസ് എടുത്തപ്പോൾ 3 ഓവർ 3 വിക്കറ്റും ബാക്കി നിൽക്കെ ഓസീസ് ലക്ഷ്യം കണ്ടു. കാമറൂൺ ഗ്രീൻ, ടീം ഡേവിഡ്, മിച്ചൽ ഓവൻ എന്നിവർ ഓസീസ് ബാറ്റിംഗിൽ തിളങ്ങി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.98 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.